അന്നെല്ലാം സിനിമ കൂടുതലും സ്റ്റേജ് ഡ്രാമ അതായിരുന്നു. അപ്പം ഡാൻസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്കതിനെ കൂടുതലും ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ഐഡിയ നമുക്ക് അതിനെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അല്ലാതെ എനിക്ക് ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ അന്ന് കൂടുതൽ ആർട്ടിസ്റ്റ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാവരും ഡ്രാമയിൽ കൂടെ കയറിയതാണ്. അപ്പോൾ അവർക്കെല്ലാവരും ഫിലിമിൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഡ്രാമ അന്ന് വളരെ ഒരു വലിയ ഇതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകളുള്ളതുകൊണ്ട് നമ്മളെ അവരെല്ലാവരും ഹെൽപ്പും ചെയ്യുമായിരുന്നു. നമ്മൾ ഇന്നൊരു റോളിലാണെങ്കിൽ ശരി ഇവിടെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാ ആർട്ടിസ്റ്റും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരു പിക്ചറിൽ നമ്മളിപ്പോൾ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 1 വർഷം എടുത്താലും 2 വർഷം എടുത്താലും ടൈമില്ല. പിന്നെ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം. 1 ടേക്ക് കൊണ്ടോ 2 ടേക്ക് കൊണ്ടോ അല്ല, 10 ടേക്ക് എടുത്താലും ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അനദർ ടേക്ക്, അല്ലെങ്കിൽ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതിനൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. ടൈം ഒരു ദിവസം ഒരു സീൻ എടുത്താലും പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പം പിന്നെ അന്നെല്ലാം ഡയലോഗ്സ് എല്ലാം നമ്മൾ ഡ്രാമയെ പോലെ എല്ലാം കാണാതെ പഠിക്കുക, ഒന്നും എഴുതി കാണിക്കലൊന്നുമില്ല, പ്രോംപ്റ്റിംഗ് ഇല്ല, നേരത്തെ ഒന്നും സ്ക്രിപ്റ്റ് ഒന്നും തരില്ല. റൈറ്റേഴ്സ് എല്ലാം സ്പോട്ടിൽ വന്ന് എഴുതുമായിരുന്നു. അപ്പം അന്ന് ഡയലോഗ്സ് എല്ലാം നമ്മൾ കാണാതെ പഠിക്കുക, നമ്മൾ തന്നെ സംസാരിക്കുക. പിന്നെ അന്ന് ഡയറക്ടറായിരുന്നു മെയിൻ ഇൻചാർജ്. ഡയറക്ടറിൻ്റെ എങ്ങനെയാണ് ഈ സീൻ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് ഹീറോ ആയാലും ഹീറോയിനായാലും പിന്നെ നമ്മൾ പറയാം ഈ നമ്മൾ ഇങ്ങനെ ചെയ്യട്ടെ, അല്ലെങ്കിൽ നടന്നു വരുന്നതിന് ഇങ്ങനെ വരട്ടെ, അതല്ലാതെ അതിന് കൂടുതൽ ആരും ഒന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ലായിരുന്നു. ഏതെങ്കിലും ഷൂട്ടിങ് ഉണ്ടെങ്കിൽ പതിയും സെറ്റാണ്. സെറ്റല്ലെങ്കിൽ വല്ലയിടത്തും മദ്രാസിൽ തന്നെ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ ഷൂട്ടിങ്ങേ ഉള്ളൂ. അല്ലാതെ ഈ ഔട്ട്ഡോർ പോണ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം മലയാളം ആളുകൾക്കൊന്നും കുറച്ച് വല്ലയിടത്തും എല്ലാം പോകുന്നല്ലാതെ ഈ അന്നെല്ലാം ഹോൾ യൂണിറ്റ് പോകുമായിരുന്നു. സൗണ്ടും എല്ലാം ഈ ടേപ്പ് റെക്കോർഡർ ഒന്നുമില്ല. ഹോൾ സൗണ്ട് പോവും, എല്ലാം ആയിട്ട് പോകുമ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. സജഷനും ഇല്ല, അധികം പടങ്ങളും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ അധികം കൂടുതൽ എന്നെ അവർ ആ റോൾ ലൈറ്ററായിട്ടുള്ള റോൾ കിട്ടിയാൽ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ ലൈറ്റർ റോൾ തന്നിട്ടില്ല. അപ്പോൾ അവർ പറയും ഇല്ലല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് നിങ്ങളെ ലൈറ്റർ റോളിൽ പെടുകയില്ല, അതുകൊണ്ട് സീരിയസ് റോള് തന്നെ നിങ്ങൾ അഭിനയിക്കുക. അന്ന് വലിയ ചോയ്സ് ഒന്നുമില്ല. നമ്മൾ തന്നെ ഈവൻ ഹീറോസായിട്ടുള്ളവർക്കും പ്രൊഡ്യൂസർ ഈ കഥാപാത്രത്തിന് സത്യം നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് നസീർ, അല്ലെങ്കിൽ പിന്നെ മധു വന്നു, അവർ ഡിസൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഹീറോസ് പറയാം എനിക്ക് ഈ റോൾ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതില്ല. സ്ക്രിപ്റ്റ് അവർക്ക് നേരത്തെ ഒന്നും കൊടുക്കാറില്ല. ഡയറക്ടറും ഇവരും എല്ലാം നിശ്ചയിച്ച് പ്രൊഡ്യൂസറും പറയും ഈ സ്റ്റോറിക്ക് എനിക്ക് ഇന്നവരെല്ലാം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ളു. അവർ ഡിസൈഡ് ചെയ്യുക, നമ്മൾ ആക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ.